ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ പ്രൊസസറിൻ്റെ ഫാനാണ്. ഇത് അയച്ചെടുക്കുക. അപ്പോൾ അയച്ചെടുത്താണ് നമ്മൾ. ഇതാണ് പ്രൊസസർ. AMD പ്രൊസസർ ഇങ്ങനെയാണ് വരും. നല്ല കറക്റ്റ് AMDയിൽ. ഈ പ്രൊസസർ അയക്കുന്നത് ഈ ലോക്ക് ഇങ്ങനെ തട്ടിയാൽ ഇങ്ങനെ ആക്കിയാൽ നീങ്ങും. കണ്ടോ? പ്രൊസസർ നീങ്ങും. ഇതാണ് പ്രൊസസർ. പ്രൊസസർ വെക്കുമ്പോൾ ആ പിന്ന് കറക്റ്റായിട്ട് കണ്ടോ? ഇത് ഒരുപാട് പിന്നുണ്ട്. പിന്നൊന്നും ബെൻഡാകാൻ പാടില്ല. ബെൻഡാകാതെ ഈ ഹോളിലേക്ക് കറക്റ്റായിട്ട് വെക്കണം. ഡുവൽ കോർ ഇതുപോലെയല്ല. ഡുവൽ കോർ വേറെ രൂപത്തിലാണ്. അത് പിന്നെ വേറെ സിസ്റ്റം വയ്ക്കുമ്പോൾ കാണിച്ചു തരാം. നമ്മളിനി ഇതിൻ്റെ മുകളിൽ ഈ പേസ്റ്റ് ഇടണം. ഇതുപോലെ തന്നെ പ്രസ് ചെയ്യുക. പേസ്റ്റ് ഇടണം. തെർമൽ പേസ്റ്റ്. ഇത് കൂളിങ് വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ പേസ്റ്റ് ഇതിൻ്റെ മുകളിലിട്ടുണ്ട്. പിന്നെ ഫാനിൻ്റെ അടിയിലും കുറച്ച് പേസ്റ്റ് ഇവിടെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വെക്കാം. ഇത് 2 പീസാണ്. ഇവിടെ ഇതൊരു പീസും പിന്നെ ഇപ്പുറത്തൊരു പീസും. ഇതുപോലെയാണ് മറ്റേ ഇതിൽ AMDയിൽ വരും. മറ്റേ ഡുവൽ കോറിൽ ഇങ്ങനെയാണ്. ഡുവൽ കോറിൽ ഒറ്റ ഫാനായിട്ടാണ് വരും. ഇത് ലോക്കാണ്. ലോക്ക് നമ്മൾ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 സ്ക്രൂ നമുക്ക് കൊടുക്കണം. സ്ക്രൂ കൊടുക്കുമ്പോൾ ഒരു ക്രമ നമ്പർ ഉണ്ട്. 1 2 3 4. പേസ്റ്റില്ലെങ്കിൽ സിസ്റ്റം നല്ല ഹീറ്റാവും. ഒരുപാട് കംപ്ലൈൻറ്റ് വരും. ഡിസ്പ്ലേക്ക് പോകും. പ്രൊസസ്സർ കംപ്ലൈൻറ്റ്. ഇത് ഓരോ സ്ക്രൂ ഒന്നായിട്ട് ഓരോ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കുറച്ച് ഓരോ സ്ക്രൂ ടൈറ്റ് ചെയ്യും. ഞാനൊരു ക്യാബിനറ്റ് ഇത് യൂസ്ഡ് ക്യാബിനറ്റാണ്. ഇതിലാണ് നമ്മൾ കൂളിംഗ് ഫാൻ. ഇത് പിന്നെ SBS ഹാർഡ് ഇങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ഇത് പവറിൻ്റെ SBS-ലാണ് കേട്ടോ. ഇതും പിന്നെ ഇത് ഹാർഡ് ഡിസ്കിന് കണക്ട് ചെയ്ത് ടാറ്റ കണക്ട്. പിന്നെ ഇത് ബോർഡിലേക്ക് കൊടുക്കുന്ന പവർ. ഇത് പവർ തന്നെയാണ്. പിന്നെ ഇതിലാണ് നമ്മൾ പവർ സ്വിച്ച്. ഹാർഡ് ഡിസ്കിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പവർ സ്വിച്ച് ഇത് എഴുതി വെച്ചിട്ടുണ്ടാവും. പവർ സ്വിച്ച്, പവർ LED ആണ് ഫസ്റ്റ്. ഇത് പവർ LED. പിന്നെ ഹാർഡ് ഡിസ്ക് LED. അതുപോലെ ഇവിടെ ഓരോന്നും എഴുതിയിട്ടുണ്ടാവും. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇത് രണ്ടും, ഇത് ഒന്ന് ഓഡിയോ പിന്നെ USB-ൻ്റെ ഫ്രണ്ടിലെ USB പോർട്ട്. ഫ്രണ്ട് തന്നെ പിന്നെ
ഇത് motherboard ബാക്ക് പാനൽ പറയും. ബാക്ക് പാനൽ കറക്റ്റ് ആയിരിക്കും. ഇത് ബാക്ക് പാനൽ ഓരോന്നിനും ഓരോ വ്യത്യസ്തമായ രീതിയിലാണ് ബാക്ക് പാനൽ. ഫസ്റ്റ് നമ്മൾ ബാക്ക് പാനൽ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കും. കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഒരു പോയിന്റ് കിട്ടില്ല, ഓട്ടിലും കിട്ടില്ല. ഇത് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യാം. ഇത് ജസ്റ്റ് ഇവിടെ വെച്ചെടുക്കുക മാത്രമേ ചെയ്യാം. നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കേബിൾ കിട്ടുന്നതാണ്. കേബിള് ഞാൻ പറഞ്ഞില്ല പവറിൻ്റെ, അത് ഇവിടെ 4 വോട്ട് വരും. ലൈറ്റാണ് അത് കണക്ട് ചെയ്യുന്നത്. വലുത് വരുന്ന ഇവിടെ ഇങ്ങനെ ഓരോ ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് നോക്കിയിട്ട് ഇവിടെ പറ്റും. പിന്നെ ഓഡിയോ ആണ്. ഇതിൽ ഓഡിയോൻ്റെ പോർട്ട് വരുന്നത് ഇവിടെ. ഓഡിയോ ഓഡിയോൻ്റെ പോർട്ട് ഈ വശത്താണ്. പിന്നത് USB വരുന്നു. USB ഇവിടെ, അതും ഇവിടെയാണ്. നമ്മൾ പിന്നെ നോക്കണം. പിന്നെ ഇങ്ങനെയാണ്. പിന്നെ ഒന്നുമില്ലാത്തത് ഈ സൈഡിലാണ്. ഉള്ളതാണ് പ്രധാനപ്പെട്ട കാണിച്ചത് സാധനങ്ങൾ. ഇതിൽ പവർ സ്വിച്ച്, പവർ LED, പവർ സ്വിച്ച് ഉണ്ട്, റീസെറ്റ് സ്വിച്ച് ഉണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഇതാണ് റീസെറ്റ് സ്വിച്ച്. ഇനി വരുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പവർ സ്വിച്ച്. ഇതിൽ ഫസ്റ്റ് വരുന്ന ഇപ്പുറത്തെ സൈഡിൽ ഇത് വരുന്നത് റീസെറ്റ് സ്വിച്ച്, ഇപ്പുറത്ത് പവർ സ്വിച്ച്, ഇതിൻ്റെ ഇപ്പുറത്ത് പവർ LED, പിന്നെ ഇവിടെ ഇപ്പുറത്ത് ഹാർഡ് ഡിസ്ക് LED. ഇങ്ങനെ 4 ഇനി ഇതിൽ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യണം. പിന്നെ റാം ഓൾറെഡി നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്, എഴുതിയിട്ടൊന്നുമില്ല. ഹാർഡ് ഡിസ്കിന് 2 കേബിളാണ്. ഇത് പവറും ഇത് ഡാറ്റ സ്റ്റാർട്ട് ചെയ്യണം. അവിടെ നേരെ SDS ഇത് ബോർഡിൽ നിന്നാണ്. ഡാറ്റ കേബിൾ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. നമ്മളിപ്പോൾ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫാൻ കണക്ട് ചെയ്തിട്ടുണ്ട്.
പിന്നെ എല്ലാം കണക്ട് ചെയ്തു, ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തു. നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. കണക്ഷന് കറക്റ്റാണ്. ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ നമുക്ക് മോണിറ്റർ കണക്ട് ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് ഓണാക്കി വെക്കാണ്. ഇപ്പോൾ മോണിറ്റർ കണക്ട് ചെയ്തു. സിസ്റ്റം ഓക്കെയാണ്, പ്രോബ്ലം. പിന്നെ ഈ ഡേറ്റും ടൈമും തെറ്റായത് ശരിയാക്കണമെങ്കിൽ ഇതിനുള്ളിൽ ഒരു ബാറ്ററി ഉണ്ട്, അത് മാറ്റണം. അതുകൂടി മാറ്റിയ സിസ്റ്റം ഫുൾ ക്ലിയറായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.